നിങ്ങളിപ്പോൾ കാണുന്ന പോലത്തെ സ്മൂത്ത് കാർ ട്രാക്കിംഗ് വീഡിയോസുകളിൽ കുറേ മുന്നേയൊക്കെ കാണുന്നുണ്ടാവും. അതിപ്പോൾ പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴും ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന ഒരു സംഭവമാണിത്. സോ ഇതിനകത്ത് ഒരുപാട് എഫക്ട്സ് ഒക്കെ കാണാം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മെയിനായിട്ട് ആ ഒരു സ്മൂത്തായിട്ട് കാർ ട്രാക്കിംഗ് ചെയ്യുന്ന ആ ഒരു സംഭവം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മെയിൻലി ഇത് അധികം ആളും യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ എഫക്ട്സിനകത്താണ്, അത് PC-നകത്താണ്. പക്ഷേ നമുക്കിത് ഫോണിനകത്തും ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ ഷൂട്ടിംഗ് ആണ്. അത് മെയിൻ പരിപാടിയാണ്. നല്ല രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്ത് വീഡിയോ എടുക്കണം. സോ ഞാനിവിടെ ഗിംബൽ വെച്ച് ചെയ്യുന്നുണ്ട്, അല്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് 4K വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സൂം ചെയ്യുന്നുണ്ട്. സോ ക്വാളിറ്റി അധികം കുറയാതിരിക്കാൻ വേണ്ടി. അതുപോലെ നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് 3x 5x ഒന്നും ഇടാതെ 1x 2x ഇട്ടിട്ട് നിങ്ങൾ വീഡിയോ എടുക്കുക. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഷേക്ക് വരും. ഈവൻ ഗിംബലിൽ വെച്ചാൽ തന്നെ ഭയങ്കര ഷേക്ക് വരുന്നുണ്ട്. വൈഡ് ആംഗിളല്ല 1x ഒക്കെ ആണെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ്. അതുപോലെ നിങ്ങൾ എടുക്കേണ്ട വീഡിയോ എന്ന് പറയുന്നത് കറക്റ്റ് നടുവിൽ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഒരു കാറിൻ്റെ ലോഗോ ആണെങ്കിൽ കണ്ടില്ല, ഇതുപോലെ കാർ സെൻറ്ററായി ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് ബാക്കോട്ടേക്ക്, ബാക്കിൽ നിന്ന് മുന്നോട്ടേക്ക്, അല്ലെങ്കിൽ ഇതുപോലെ ഡിഫറൻറ്റ് രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. മൂവ് ചെയ്യുന്നതാണെങ്കിൽ നല്ല നീറ്റായിട്ട് മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. നല്ല സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല ഏത് സ്റ്റെബിലൈസ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ ആ കൈയൊക്കെ പിടിച്ച് നല്ല സെറ്റാക്കിയിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. ഗിംബൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ്. പക്ഷേ ഗിംബൽ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യേണ്ടി വരും. സോ ഇനി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോഡ് വീഡിയോ എഡിറ്ററാണ്. ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്, ആൻഡ്രോയിലും iOS-ലും അവൈലബിൾ ആണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രാക്കർ എന്നൊരു ഫീച്ചർ ഉണ്ട്. അത് പെയ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി iOS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും. സോ നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ വർക്ക്സ് ഒക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിനകത്ത് റീൽ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനത്തെ കാർ ട്രാക്കിംഗ് വീഡിയോസ് തന്നെ ഒരുപാട് ചെയ്തിട്ട് വ്യൂസ് നല്ല രീതിയിൽ കിട്ടുന്ന. സോ അങ്ങനെ നിങ്ങൾക്ക് കുറേ വർക്ക്സ് നേടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൈസ വീണ്ടും നേടിയെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഏർണിങ്സ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി കാരണം മാത്രമല്ല, അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസുകൾ ചെയ്തിട്ട് ട്രാക്കിംഗ് വീഡിയോസ് ചെയ്ത് വെറൈറ്റി ആയിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് വ്യൂസ് ഒക്കെ നേടി നല്ല വർക്ക്സ് ഒക്കെ കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്യുന്നതിൽ വർത്താണ്. ഇനി അല്ലാതെ നിങ്ങൾ വല്ലപ്പോഴൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് CapCut-നകത്ത് തന്നെ. പക്ഷേ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അത് മാത്രമല്ല കുറച്ച് ക്വാളിറ്റിയും കുറയാൻ ചാൻസ് ഉണ്ട്. സോ അതിനെപ്പറ്റി ഞാൻ പറയാം. ആദ്യം നിങ്ങൾ നോഡ് വീഡിയോ എഡിറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആൻഡ്രോയിഡിൽ അതിൻ്റെ മോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ സെറ്റ് ആക്കുക. എന്നിട്ട് നിങ്ങൾ ആപ്പ് എടുത്തിട്ട് +- ഞെക്കിയിട്ട് മീഡിയനകത്ത് വീഡിയോ ആഡ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ +- ഞെക്കിയിട്ട് ട്രാക്കർ ഓപ്ഷനകത്ത് സ്റ്റെബിലൈസർ എന്നിട്ട് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിലൊരു റെക്ടാങ്കിൾ സംഭവം വരും. ഈ ഒരു എഡിറ്റിംഗ് മെയിൻ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സംഭവം ട്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സോ എന്താണ് ട്രാക്ക് ചെയ്യുന്നത് അവിടെ നിങ്ങൾ കറക്റ്റ് വെച്ച് കൊടുക്കുക. ഒരു കോൺട്രാസ്റ്റ് ഏരിയ, കുറച്ച് ഡാർക്ക് ഏരിയ ആണെങ്കിൽ അത് ഏറ്റവും നല്ലത്. എന്നിട്ട് നിങ്ങൾ അനലൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ അനലൈസ് ചെയ്ത് തരും. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. എന്നിട്ട് റൂട്ട് എന്നുള്ള ഓരോ ഓപ്ഷൻ ഞെക്കിയിട്ട് നിങ്ങൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ കോർണറിനകത്ത് ഇങ്ങനെ ബ്ലാക്ക് വരുന്ന സാധനം കാണാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ട്രാക്ക് ചെയ്തിട്ട് ബ്ലാങ്ക് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. സോ അത് നിങ്ങൾ സൂം ചെയ്ത് കൊടുക്കണം. സോ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ട്രാൻസ്ഫോമിനകത്ത് സ്കെയിൽ ഇങ്ങനെ സൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ബ്ലാക്ക് ഭാഗം ഒഴിവായി കിട്ടും. എന്നിട്ട് നിങ്ങൾ വീണ്ടും റൂട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. സോ ഇതിന് മെയിനായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. സോ ഞാൻ ഗിംബൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം ഈ ഒരു വീഡിയോ ഗിംബൽ വെക്കാതെ ചെയ്തിട്ട് കിട്ടിയതാണ്. പക്ഷേ നല്ല രീതിയിൽ ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി CapCut-ലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ CapCut കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന വീഡിയോ ആദ്യം CapCut-നകത്ത് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഞാനിപ്പം ഈ ഒരു ലൈറ്റിൻ്റെ ഭാഗമാണ് എനിക്ക് ട്രാക്ക് ചെയ്തെടുക്കേണ്ടത്. സോ ആ ഒരു ഭാഗം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഓവർലേ അതിനകത്ത് തന്നെ അവർ ബാക്ക്ഗ്രൗണ്ട് നന്നിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിൽ നിങ്ങൾ താഴെ മാസ്ക് ഓപ്ഷനകത്ത് സർക്കിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ കറക്റ്റ് ലൈറ്റിൻ്റെ അടുത്ത് വെക്കുക. ഒരു ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് സെൻട്രലായിട്ടായിരിക്കണം ആ ഒരു ലൈറ്റ് നിങ്ങൾ ആദ്യം സൂം ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഓവർലേ ആയിട്ട് ഈ ഒരു സർക്കിൾ സാധനം നടുവിലായിട്ട് വരുന്ന രീതിയിൽ വെക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർക്കിളിനനുസരിച്ച് ആ ഒരു ലൈറ്റ് പോകുന്നത്. സോ അതെന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് കുറച്ചും കൂടി നീക്കിയിട്ട് കുറച്ചൊന്ന് സൂം ചെയ്തിട്ട് ആ സർക്കിളിൽ നടുവിലായിട്ട് വരുന്ന രീതിയിലാക്കുക. അതിന് കുറച്ചും കൂടി മുന്നോട്ടാക്കുക. അങ്ങനെ ആ ഒരു സർക്കിളിൽ നേരെ വരുന്ന രീതിയിൽ ആ ഒരു ലൈറ്റ് ആക്കുക. ആ ഒരു ഓവർലേ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് അത് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടിട്ട് സ്റ്റെബിലൈസ് ചെയ്യുക. നല്ല രീതിയിൽ മോസ്റ്റ് സ്റ്റേബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റി ചില രീതിയിൽ കുറയും. റെക്കമെൻഡ് വരികയാണ് നല്ലത്. എന്നിട്ട് നിങ്ങൾ മോശം ബ്ലറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റായിട്ട് സംഭവം കിട്ടുന്നതാണ്. പക്ഷേ കുറച്ച് ക്വാളിറ്റി ലോസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് വിങ്ക് എന്നിട്ട് ആപ്പോ അല്ലെങ്കിൽ വേറെ ക്വാളിറ്റി കൂട്ടുന്ന ആപ്പ് ഉണ്ടാവുക വെച്ച് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ മോഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അങ്ങനെ നോഡ് വീഡിയോ ഇട്ട് തന്നെ നല്ല ക്വാളിറ്റി തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. CapCut കുറച്ച് പണിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണെങ്കിൽ കുറച്ച് പണിയെടുക്കണം. പിന്നെ പറയാൻ മറന്നു, ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ഓരോ മ്യൂസിക്കിനനുസരിച്ച് സ്പീഡ് റാമിങ് ചെയ്യണം. സോ അത് ഞാൻ ഇതിനകത്ത് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഓരോ ടൈപ്പിലാണ് ഓരോ മ്യൂസിക് ഉണ്ടാവും. സ്പീഡ് റാമിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. സോ അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങളിങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്യാവുന്നതാണ്. ഞാനാണെങ്കിൽ സ്റ്റോറിയൊക്കെ വെച്ച് നിങ്ങൾക്ക് സെറ്റാകാം. അപ്പോൾ നല്ല തൊടുത്തുള്ള വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.